والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സുപ്രധാനമായ മറ്റൊരു അമലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. റമളാനിലെ അവസാനത്തെ 10 മധ്യഭാഗത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും റമളാനിൽ വർഷാന്തം നിർവഹിക്കുന്ന ഒരു അമൽ തന്നെയാണ്. എന്നും നിർവഹിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാകുമ്പോൾ നിന്ന്, അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം, അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം, ഒന്നല്ലെങ്കിൽ ആഴ്ചയിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കണം. എല്ലാ വർഷവും നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും, എല്ലാ ദിവസവും അല്ല, എല്ലാ വർഷവും. പക്ഷെ എല്ലാ ദിവസവും നിസ്കരിക്കുന്നവരുണ്ട്. ഇതിന്റെ ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ട് പറഞ്ഞാലോ, നാളെ പറയാം. ഇന്ന് പറയല്ലേ? എല്ലാവർക്കും അറിയുന്ന നിസ്കാരം തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം എന്നുള്ള നിസ്കാരം. ആ നിസ്കാരം കഴിയുമ്പോഴേക്ക് 300 തസ്ബീഹ് അതിൽ ചൊല്ലിയിരിക്കും. അതതിനെ കണക്ക്. ജമാഅത്ത് സുന്നത്തൊന്നുമില്ല ആ നിസ്കാരത്തിന്. ജമാഅത്ത് സുന്നത്തില്ല. പക്ഷെ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അത് ഈ നിസ്കാരം അങ്ങനെ കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ട് ജനങ്ങൾ ആ വിഷയം പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാവുമ്പോൾ നമ്മളതിന് എതിർക്കൂല എന്ന് മാത്രം. ഞാൻ അവിടെ അതിന് ജമാഅത്തായിട്ട് നിസ്കരിക്കാറില്ല. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത്, മൊത്തം 4 റക്അത്താണ്. പകലിലാവുമ്പോ ഒന്നായിട്ട് നിസ്കരിക്കണം ഏറ്റവും നല്ലത്. 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് സലാം വീട്ടാതെ എണീറ്റിട്ട് 4ഉം കൂടി ഒന്നായിട്ട് നിസ്കരിക്കുകയാണ് പകലാവുമ്പോ നല്ലത്. രാത്രി ആവുമ്പോ 2 റക്അത്തിൽ സലാം വീട്ടിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കലാണ് നല്ലത്. ഇനി പകല് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി നിസ്കരിച്ചുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നല്ല എങ്ങനെ നിങ്ങൾ ക്ഷീണിച്ചെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ പറയണ്ടേ? അത് നിയ്യത്ത് ചെറിയ ഒരു വ്യത്യാസം നിയ്യത്തിലുണ്ട് എന്ന് മാത്രം. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കണം. പിന്നെ നമ്മൾ നാളെ സൂചിപ്പിച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരാണെങ്കിലും വജ്ജത്ത് ഒഴിവാക്കരുത്. തൽസ്ഥാനത്ത് വേണമെങ്കിൽ ഞാൻ ആ പറഞ്ഞിരുന്ന ദിക്ർ കൂട്ടിയാൽ മതി. വജ്ജത്ത് ഒന്നായിട്ട് ഓതാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീന്ന് ചൊല്ലിയാൽ മതി. വജ്ജത്തു തസ്ബീഹ് അതെല്ലാം നിസ്കരിക്കല്ല. അപ്പൊ വജ്ജത്താണ്ട് ഓതണെങ്കിൽ കൂടുതൽ നന്നെന്ന് മാത്രം. അതിനുശേഷം അഊദു, പിന്നെ വിസ്മി, പിന്നെ ഫാത്തിഹ. പിന്നെ 1ാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത്ത കാത്തുർ എന്ന സൂറത്ത്. ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും നല്ലത് ഇതാണ് മാത്രം. ഏത് സൂറത്ത്? അൽഹാക്കുമുത്ത കാത്തുർ എന്ന സൂറത്ത്. അതിനുശേഷം നിന്ന നിപ്പില് ഒരു 15 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇന്നും കൂടിയാണ് കൂട്ടിയ നന്ന്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്റിന്റെ ഒരു ക്രമീകരണത്തിന്റെ അത്ഭുതം ഞാൻ നിങ്ങളോട് നേരത്തെ ഉണർത്തിയിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. കാരണം മലക്കുകൾ ഏറ്റെടുത്ത് ഓരോ ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ച് ഈ ഘട്ടങ്ങളിലായി മലക്കുകൾ ഏറ്റെടുത്ത് ചൊല്ലുന്ന ദിക്റുകളുടെ അത്ഭുതങ്ങൾ ജിബ്രീൽ ഇസ്ലാമിന്റെ മുമ്പിൽ ലാ ഹൗല പറഞ്ഞിട്ട് മുത്തുനബി സപ്പോർട്ട് കൊടുത്തു. അതോടുകൂടി മലക്കുകളും ലാ ഹൗല എല്ലാം തുടങ്ങി. അതാണ് അതിന്റെ പിറകിലുള്ള ചരിത്രം. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് നിന്ന നിപ്പിൽ എത്ര വട്ടം? 15 വട്ടം. അത് കഴിഞ്ഞിട്ട് റുക്കീന്റെ അകത്തുള്ള ദിക്ർ സുബ്ഹാന റബ്ബിൽ അദീം വബിഹംദി കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ ഒരു 10. അപ്പൊ ദിക്റിന്റെ എണ്ണങ്ങൾ പഠിക്കണേ. ഇപ്പൊ എത്രയായി? 25. പിന്നെ ഖിയാമ്. ആ എഴുത്തിനാലിൽ അതിനുള്ളിൽ ചൊല്ലേണ്ട ദിക്ർ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 10. എത്ര? 1ാം സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10. 2 സുജൂദിന്റെ അടിയിലുള്ള ഒരു ഇരുത്തല്ലേ, അതില് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താണ് ഇപ്പൊ പറയണൊക്കെ? 7 ദുആ ഇപ്പൊ പടച്ചവനോട് നടത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 7 ദുആ. റബ്ബി ഗ്ഫിർലി 1, വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ദുആയാണ് അപ്പൊ നടത്തുന്നത്. നമ്മൾ വല്ലതും അറിയണ്ടോ?
നമ്മൾ വല്ലതും അറിയണ്ടോ? പടച്ചവനോട് 7 കാര്യമാണ് ചോദിച്ചത്. ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ശേഷം ഇത് 10. എത്രയായി? 55. രണ്ടാം സുജൂദിലും ആ സുജൂദിലുള്ള ദിക്കുന്ന ശേഷം 10. ഇനി അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി ഇങ്ങോട്ട് നീക്കൂല ഖിയാമക്ക്. അതിലൊരു ഇസ്തിറാത്തിന്റെ ഇരുത്തല്ലേ, ഒന്നിങ്ങനെ ഇരുന്നുകാണ്ടല്ലേ നമ്മൾ നീക്കല്. അതാ ഇരുന്നിട്ട് ഉടനെ നീക്കാതിരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. ഒരു 10 അവിടുന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ തലയേക്കാറാൻ ഞാൻ നമ്മളെ ഭാഷയിൽ പറയാം. എന്റെ പ്രസംഗത്തിൽ അങ്ങനെ ചില രൂപങ്ങളുണ്ടാവും. അത് കേൾക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വരവുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എത്രയായി? 75. ഇനി നീക്കുമ്പോ തക്ബീർ അല്ലണ്ട. നമ്മൾ എണീക്കുമ്പോ ശല്യല്ലോ, ഇനി തക്ബീർ അല്ലണ്ട. അങ്ങനെ നീച്ചിട്ട് രണ്ടാമത്തെ തക്ബീറും കിട്ടുക. ഇതന്നെയാണ് എല്ലാ റക്കായത്തിലും തസ്ബീന്റെ കോലം. ഇനി എല്ലാ റക്കായത്തിലും ആ തസ്ബീന്റെ രീതി ഞാൻ പറയണോ? ഇനിയിപ്പൊ ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, ഓരോ റക്കായത്തിൽ ഓതേണ്ട സൂറത്താണ്ട് പറഞ്ഞാ പോരെ. 1 റക്കായത്തിൽ എന്ത് പറഞ്ഞു? 2 റക്കായത്തിൽ വല്ലസ്രി ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ. 3 റക്കായത്തിൽ കുല്യാൽ കാഫിറു. 4 റക്കായത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഒന്നും കൂടി പറയാണ്ട്, അത്തയ്യാത്തിൽ ഇത് അത്തയ്യാത്തിന് മുമ്പാണല്ലോ ഉണ്ട്. എല്ലാ സ്ഥലത്തും അതാത് റക്കായത്തിലും സുജൂദിലും ഒക്കെ ഉള്ള ദിക്റുകൾക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത്തയ്യാത്തിൽ എന്ത് വേണം? അത്തയ്യാത്തിന് മുമ്പ് ചെല്ലണം. പകലിലാണെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ട്, രാത്രിയാണെങ്കിൽ ഈ 2 റക്കായത്തായിട്ട്. അതാ നല്ലത്. ഇത് ഈ റമദാനിൽ ഒന്നാണ്ട് നിസ്കരിച്ചോളൂ. നിങ്ങളെല്ലാരും കൂടി വന്ന് പറയാണ്, നിങ്ങൾ ഇമാമത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് കൂടി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന് വിരോധമല്ല. അയാം റെഡി. ആരാ പറഞ്ഞേ? നിങ്ങളല്ല. പാവം പഠിച്ചോനെ, ഇത് പോയി ഞമ്മക്ക് പണിയറിനെ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. കറാത്ത് നിസ്കാരം കറാത്തുള്ള സമയത്ത് നിസ്കരിക്കണ്ട. നമ്മളെ സാധാരണ പറഞ്ഞിരുന്നല്ലോ, സുബഹി കഴിച്ചിട്ട് സൂര്യ ഉദിച്ച് 20 മിനിറ്റിന്റെ ഇടയിൽ വേണ്ട, നട്ടുച്ചക്കും വേണ്ട, അസർ മഗ്‌രിബിന്റെ ഇടയിലും വേണ്ട. വേറെ ഏത് സമയം ചാലു ആയതാണ്, ഏത് സ്ഥലത്തും പറ്റും. പിന്നല്ലാതെ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ജുമാന്റെ നിസ്കരിക്കണവരുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ കുഴപ്പമില്ല. ഞാൻ അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിലിട്ട എന്താ ഇല്ല, ആദ്യത്തേലെ നിയത്തിച്ചാ മതി. മറ്റാകുമ്പോ ഈ 2 റക്കാത്തിൽ നിയത്തിച്ചാ മതി. അവിടെ ഒരു സംശയത്തിന് സാധ്യതയുണ്ട്. നിങ്ങൾ ചോദിക്കണം ഞാൻ മാത്രം. ഇല്ല, പ്രശ്നമില്ല. അതൊരു സംശയമാണ്, പ്രശ്നമില്ല. പക്ഷെ ഞാൻ നിങ്ങളൊന്നും അങ്ങോട്ട് സംശയിപ്പിക്കട്ടെ. എന്നാല് ഒരാളിപ്പോ സുജൂദിൽ ഇപ്പൊ 10 മറന്ന് എന്താട്ട് നിങ്ങൾ ചോദിക്കാത്തോണ്ട് ഇപ്പൊ ഞാൻ മറുപടി പറയാനില്ല. നിങ്ങൾ ചോദിച്ചില്ല, ഒരു സംശയല്ലേ പോയി? മറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും പറഞ്ഞു ആ ശരി. അത് നിങ്ങൾ അത്തയ്യാത്തലാണ്ട് വെച്ച് അടിച്ച് കൂട്ടിക്കൊടുത്താൽ മതിയെന്ന്, വേറെ ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? അത് അത്തയ്യാത്തലാണ്ട് ചേച്ചു കൂട്ടിയാൽ മതി. 75 അതിൽ വന്നാൽ മതി. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് മറക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞു. എന്താണ് കേട്ടോ? ഇനിയിപ്പോ കുഴപ്പമില്ല, ലാസ്റ്റ് ഒക്കെ കൂടി അത്തയ്യാത്തിലാണ്ട് കയറ്റി കൊടുത്താൽ മതി എന്ന് കരുതിട്ട് അതാവാ മറന്നാലെന്ന് അതിന്റെ അർത്ഥം. പേടിയൊന്നും വേണ്ട. ഇത് മറക്കാനായിട്ട് നേർച്ചാക്കി വരുന്നവരുണ്ട്. ഇപ്പൊ ഇപ്പോഴും നമ്മളിപ്പോ ഈ നാസിലത്തിന്റെ കുനൂത്ത് ഇതൊക്കെ തുടങ്ങിയിട്ടും ഇപ്പോഴും അല്ലാണ്ടാണ് പറയുമ്പോഴൊക്കെ സുജിത് പോണ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോഴൊന്നുണ്ട്. അപ്പൊ ഐറ്റികളൊക്കെ മറവിന്റെ കഥ നോക്കാൻ നിങ്ങൾ. ഇത് എത്ര ഈസൈബ് തുടങ്ങിയിട്ട് ഇവിടെ ഉണ്ട് എന്നല്ല, ഇവിടെ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഞാൻ ആരെങ്കിലും വേക്കലുണ്ട്. എനിക്ക് തോന്നണ ആ മൂലക്കെന്ന് ആരോ അങ്ങനെ മറിയണായി തോന്നുന്നു. ഇല്ല, അത് മറവിന്ന് കുറച്ചൊക്കെ അങ്ങനെ മറക്ക. എല്ലാതും മറന്നാല് ഞങ്ങളുടെ നാട്ടിലെ വടകര അമ്മതാഞ്ചിണ്ടായിരുന്നു, വലിയ മാന. നമ്മളടുത്ത് മുത്താലിമിന് വല്ലാത്ത മറവി. ഈ കുട്ടികളെ പോയിട്ട് മൂപ്പരോട് പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാം. അപ്പൊ ഈ മറവി പോവാൻ ചെല്ലാവരും ദിക്ർ കൊടുത്തു. ഇവൻ അതും മറന്നു. എന്താ അജാതി മറവിയാണ് മറവി തന്നെ മറവി. അപ്പൊ ഇനി എന്തെങ്കിലും അതിൽ ഇഷ്കാലുണ്ടോ? ഇതിലിട്ടോ ഇന്നിപ്പോ പിന്നെ റാഞ്ഞിപ്പോ കൊടുക്കൊക്കെ വെടിവെട്ടിക്ക ഇപ്പൊ ചോദിക്കരുത്, ഞാൻ പിന്നെ ചോദിച്ചാൽ മതി. ഇതിലെന്താ ഇഷ്കാലുണ്ടോ? ഇല്ലല്ലോ. എന്നായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്.
ഇനി ഞങ്ങളോട് പറയുന്നേ എല്ലാ ദിവസവും തറാവിക്ക് ഞങ്ങളെ കൂടെ ഉണ്ടാവും. അത് 2 ദിവസം ഒരു ചിട്ട പൊട്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ വാണിയന്നൂർക്കാണ്ട് വലിച്ചെടുത്ത്. സുബീക്ക് നോക്കട്ടെ, സുബീക്ക് ഞാൻ എല്ലാ ദിവസവും ഉണ്ട്, നല്ല ആളുണ്ട് അൽഹംദുലില്ലാ, ദിനക്കളൊക്കെ എത്രയോ ആളുണ്ട്. പിന്നെ നാളെയും ചിലപ്പം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും കരുതണ്ടെന്ന് ചോദിച്ചിട്ടാണ്. ചിലപ്പോൾ വലിയ വലിയ ആലിമ്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പോകില്ല. ഇന്നും ഞാൻ വിളിക്കാൻ നോക്കിക്കണം മുടക്കാൻ. നാളെ രാവിലെ ഞാൻ ശ്രമിക്കും. അപ്പൊ അവിടെ വലിയ വാൾപോഷും ഒക്കെ ഇറങ്ങിക്കണ ഒരു മണ്ണാർക്കാടൊക്കെ വലിയൊരു ആലിം, ഏറ്റവും പൊന്താത്ത ആലിമാണ്, മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഒന്ന് നാളെയും പോയി വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നൊരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. 26-ന്റെ വേറെ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങോട്ട് പറഞ്ഞോളി. അനൗൺസ് ഒന്നും വേണ്ടല്ലോ, വേണ്ട, അനൗൺസ് ഒന്നും വേണ്ട, അനൗൺസിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. വാൾ പോസ്റ്റ്, നോട്ടീസ്, അനൗൺസ് ഒന്നും വേണ്ട. ഇങ്ങനെ അറിഞ്ഞിട്ട് വരുന്നവരൊക്കെ വന്നാൽ തന്നെ ആഴ്ചയില്ല ആളുണ്ടാവും ഇൻഷാ അല്ലാ. നിങ്ങളെങ്ങനെ പറഞ്ഞോളി, എന്നിട്ടുള്ളവർ വന്നോട്ടെ, അത് കേട്ടവരൊക്കെ പറഞ്ഞോളൂ ഇൻഷാ അല്ലാ. വേറെ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് എല്ലാ വർഷത്തെ റമളാന് പുത്തൻതെരുവിനെ ഒരു വെളിച്ചം നമുക്കൊരു തെളിച്ചുള്ള ഒരു അഡ്രസ്സാക്കി മാറ്റണം. എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിടത്തോളം കേട്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ എല്ലാ കൊല്ലം ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാൻ എവിടെയുള്ള അവിടെയൊക്കെ ചെയ്യലുണ്ട്. ഞാൻ മുമ്പ് 17 ഒരു സ്ഥലത്ത് നിന്നാണ്. അവിടെ ഈ ആൾക്കാരൊക്കെ അവിടെയും വരും. അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. വേറെ കൊട്ടിപ്പാടലോ പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ ഭാര്യമാരോട് എല്ലാവരോടും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് അവിടെ സൗകര്യമില്ലേ, മദ്രസയിൽ സൗകര്യമില്ലേ, അവർക്ക് അവിടെ സൗകര്യം ഉണ്ടാവും. പള്ള നിറച്ചും ചോറും കണ്ണ് നിറച്ചും വെള്ളം എന്ന് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി വരണം. പള്ള നിറച്ചും ചോറ് ഉണ്ടാവൂലേ? അടച്ചാൽ ഇതിന്റെ പരിധി കൊടുങ്ങോ? പള്ള നിറച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ദീനിയായിട്ട് നിറക്കാൻ പറ്റണ നിറച്ചും, അല്ലാതെ മറ്റേ നിറച്ചല്ല. അപ്പൊ ആ നിലക്ക് ചോറ് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂപ്പര പെങ്ങൾക്ക് സുഖമില്ല. നാളെ ദ്വാരന്ന് നമ്മള് കുറെയൊക്കെ ക്ലിയർ ആയിക്കണേ. ഇത്തിരി കൂടി ഉണ്ട്, അതിന് കുറച്ചും കൂടി ചായയും കൊടുക്കണം ഇൻഷാ അല്ലാ. അപ്പൊ കുടിച്ചാൽ നിങ്ങൾ അതും മാറാൻ ദ്വാരുന്നുണ്ട് ഇൻഷാ അല്ലാ. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞു കേട്ടോ, നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഇത് ഹബീബിന്റെ ഹളറത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മറ്റേ അമ്പിയാക്കൾ മുർസലിങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ മാതാപിതാക്കളെ പലരും ഖബറിൽ അവർക്ക് എത്തിച്ചു കൊടുത്ത അവർ ഖബറിനെ വിശാലായി കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുകൊണ്ട് അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആരെയും നീ ഖബറിൽ വെച്ച് എടുക്കല്ലേ, ശിക്ഷിക്കല്ലേ, ഇരുട്ടിലാക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ ഇന്നതും പറഞ്ഞും കേട്ടതും വരുന്നതും പോണവും നൽകുന്നൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ പെങ്ങളുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മക്കൾ ആലിമ്യങ്ങളാ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് ഇന്നലത്തേയിലേക്ക് പൈസ എന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അള്ളാഹുവെ അവരെയും നമ്മളൊക്കെ മക്കളെ ഞങ്ങളെയും ആലിമ്യങ്ങളാക്കണേ അല്ലാ, ബോധമുള്ളവരാക്കണേ അല്ലാ. നാഫി ഇൽമിന്റെ അഹ്ലികാരിൽപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ, ഒരുക്കമില്ലാത്ത മരണത്തിൽപ്പെടുത്തല്ല അല്ലാ, കടത്തിൽ കൊടുക്കല്ല അല്ലാ, ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ലാ, മാരണത്തിൽ വീഴ്ത്തല്ല അല്ലാ, മാരകരോഗം ഏൽപ്പിക്കല്ല അല്ലാ, മാറാവ്യാധികളിൽ പെടുത്തല്ല അല്ലാ, തകർക്കല്ല അല്ലാ, തളർത്തല്ല അല്ലാ,
നാണക്കേടിലാക്കല്ല അല്ലാ. രോഗം മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ, ആയുസ് കൂട്ടിത്തരണേ അല്ലാ. അതൊക്കെ നിന്റെ ത്വാഅത്തിൽ ഖിദ്മത്തിലാക്കി തരണേ അല്ലാ. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാ. മുത്തിന്റെ ഹബീബിന്റെ ആളുകളാക്കണേ അല്ലാ. അവിടുത്തെ മഹിബീങ്ങൾ മുത്തബീങ്ങൾ മുദ്ദാഹിൽപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير وافتح لنا يا فتاح وارحمنا يا رحمن وهب لنا يا وهاب واستر عيوبنا يا ستار وارحمنا يا رحمن وارزقنا يا رزاق واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني السلام عليكم.